അഡ്വക്കേറ്റ് കൃഷ്ണദാസ് 50 ദിവസം പിന്നിട്ടു മുണ്ടക്കായി ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തം നടന്നിട്ട് കൃത്യം 11ാം ദിവസം തന്നെ പ്രധാനമന്ത്രി നേരിട്ടെത്തിയിരുന്നു, സാഹചര്യങ്ങൾ കണ്ടിരുന്നു, വിലയിരുത്തിയിരുന്നു. കേരളത്തിന് അർഹിച്ച സാമ്പത്തിക സഹായം ലഭിക്കാൻ എന്താണ് കാലതാമസം? അങ്ങനെ കാലതാമസമുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. നിലവിലെ സാഹചര്യത്തിൽ വയനാട്ടിലെ ദുരന്തമുണ്ടായ ദിവസം മുതൽ കേന്ദ്രമന്ത്രിയും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരവും കേന്ദ്ര സേനയടക്കമുള്ള സംവിധാനങ്ങളും അതോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ എല്ലാ മിഷനറിയും ഒരു ദുരന്തമുഖത്ത് എന്തൊക്കെ വിഷയങ്ങളാണോ അടിയന്തരമായി പരിഹരിക്കപ്പെടേണ്ടത്, ശ്രദ്ധിക്കപ്പെടേണ്ടത്, അതിനെല്ലാം ശ്രദ്ധ ചെലുത്തേണ്ടത്, ആ തരത്തിൽ എല്ലാ മേഖലയിലും കേന്ദ്ര ഗവൺമെന്റിന്റെ നേരിട്ട് ഇടപെടൽ ഉണ്ടാകേണ്ട, തീരുമാനങ്ങൾ ഉണ്ടാകേണ്ട എല്ലാ കാര്യങ്ങളിലും കൃത്യമായ സമയത്ത് തന്നെ അതാത് സമയങ്ങളിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ ചർച്ചയുടെ അടിസ്ഥാനത്തിലോ ഇനി അതല്ല ആവശ്യപ്രകാരമോ കേന്ദ്ര ഗവൺമെന്റ് നേരിട്ടോ ഒരു ദുരന്തമുണ്ടാകുന്ന സമയത്ത് എന്തൊക്കെയാണ് ഇടപെടൽ നടത്തേണ്ടത്, ഇവിടെയെല്ലാം യഥാസമയം ഇടപെടൽ ഉണ്ടായി. അതിനുശേഷം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി കേരളം സന്ദർശിക്കുന്ന സാഹചര്യമുണ്ടായി, വയനാട് സന്ദർശിക്കുന്ന സാഹചര്യമുണ്ടായി. ആ സമയത്തെല്ലാം സംസ്ഥാന ഗവൺമെന്റുമായി അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടിക്രമങ്ങളും അതിലേതെങ്കിലും തരത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഇടപെടൽ ആവശ്യമുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ ഈ വിഷയങ്ങളെല്ലാം പെട്ടിട്ടുണ്ട്. സ്വാഭാവികമായും സംസ്ഥാന ഗവൺമെന്റാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടിക്രമങ്ങൾക്കുള്ള പ്രപ്പോസലുമായി പോകേണ്ടത്. ആ തരത്തിലുള്ള പ്രപ്പോസൽ അവർ കൊടുത്തിട്ടുണ്ടാകണമെന്ന് തന്നെയാണ് നാം വിശ്വസിക്കുന്നത്. അങ്ങനെ കൊടുത്തിട്ടുള്ള പ്രപ്പോസലുകളുടെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സംഘം എത്തിയിരുന്നു. ആവശ്യപ്രകാരം കേന്ദ്ര സംഘത്തിന്റെ സന്ദർശനമുണ്ടായിരുന്നു. അവർ വിശദമായി ആ കാര്യങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്. അതിൽ എത്രത്തോളം നഷ്ടപരിഹാരം നൽകേണ്ട സാഹചര്യമുണ്ട്, ഇനി അതല്ല കേന്ദ്ര സഹായത്തോടെ നടപ്പാക്കേണ്ട പദ്ധതികൾ ഉണ്ടെങ്കിൽ ആ തരത്തിലുള്ള കാര്യങ്ങൾ അതെല്ലാം കേന്ദ്ര സംഘവും അതോടൊപ്പം തന്നെ കേന്ദ്രത്തെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട സംസ്ഥാന ഗവൺമെന്റും അതെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിന്റെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നാം മനസ്സിലാക്കുന്നത്. ഇനി അതിൽ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക സഹായത്തെ സംബന്ധിച്ചാണെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ കാര്യത്തിലാണെങ്കിലും സംസ്ഥാന ഗവൺമെന്റുകളുടെ കാര്യത്തിലാണെങ്കിലും ഏതൊരു ദുരന്തമുഖത്തും അടിയന്തരമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് കൃത്യമായിട്ടുള്ള വികസന പദ്ധതികളോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പുനരധിവാസ പദ്ധതികളോ പുനഃക്രമീകരണ പദ്ധതികളോ എല്ലാം നടക്കുമ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള നടപടികളും സാഹചര്യങ്ങളും സ്വീകരിക്കേണ്ടതും നടപടികൾക്ക് തുടക്കം കുറിക്കേണ്ടതും എല്ലാം അതാത് സംസ്ഥാന ഗവൺമെന്റുകളും ലോക്കൽ ബോഡി സംവിധാനങ്ങളും എല്ലാമാണ്. ശ്രീ കൃഷ്ണദാസ്, അങ്ങ് പറഞ്ഞ മറുപടിയിലെ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ എനിക്ക് തിരികെ ചോദിക്കാനുള്ളത്. ആദ്യം പറഞ്ഞ ഒരു കാര്യം, കാലതാമസം ഉണ്ടോ എന്ന് അറിയില്ല എന്നതാണ്. സാധാരണമായും ഒരു ദുരന്തം സംഭവിക്കുമ്പോൾ, പ്രത്യേകിച്ച് അതൊരു പ്രകൃതി ദുരന്തമാകുമ്പോൾ ആദ്യം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ് അടിയന്തര സഹായം, ഇടക്കാല സഹായം. പിന്നീടാണ് അങ്ങീ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായ സ്ഥിര പുനരധിവാസത്തിന് വേണ്ടുന്ന സഹായത്തിലേക്ക് കടക്കേണ്ടത്. നോക്കൂ, ഇപ്പോൾ ആന്ധ്രയ്ക്കും തെലങ്കാനയ്ക്കും ഒപ്പം തന്നെ ത്രിപുരയ്ക്കും അനുവദിച്ചിരിക്കുന്ന കേന്ദ്ര സഹായങ്ങൾ ഈ നിലയ്ക്ക് ഇടക്കാല സഹായം അനിവാര്യമാണ്, ആവശ്യമായി നൽകണം എന്നുള്ള ആ ഒരു തീരുമാനത്തിന്റെ പുറത്താണല്ലോ. അത് എന്തുകൊണ്ട് കേരളത്തിന് ലഭിക്കുന്നില്ല എന്നതല്ലേ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി ഉയർന്നു വരുന്നത്? പ്രശ്നം സമൂഹത്തിന്റെ മുൻപിലോ സർക്കാരിന്റെ മുൻപിലോ ഉണ്ടോ എന്നുള്ളത് അറിയില്ല. അതിന്റെ ഞാൻ എൻ്റെ ഒരു അറിവനുസരിച്ച് പറയുന്നത്, സംസ്ഥാന ഗവൺമെന്റ് അതിനുശേഷം കേന്ദ്ര ഗവൺമെന്റിനെ അതിന്റെ നടപടിക്രമങ്ങൾക്കനുസരിച്ച് സമീപിക്കുകയും അതിന്റെ ആവശ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് പരിഗണിക്കപ്പെടും, അത് പരിഹരിക്കപ്പെടും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. അപ്പോഴും 51 ദിവസം എന്ന് പറയുമ്പോൾ 2 മാസം പിന്നിടുന്ന ഒരു ഘട്ടം, ഒരു ചെറിയ ദുരന്തമല്ല സംഭവിച്ചിരിക്കുന്നത്. എത്രത്തോളം ആൾക്കാരുടെ ജീവൻ നഷ്ടമായിട്ടുണ്ട്, എത്രത്തോളം സ്ഥലങ്ങൾ ഒന്നാകെ ഇല്ലാതായിട്ടുണ്ട് എന്നത് നമുക്കറിയാം. നിശ്ചയിച്ചതിലും മുൻപേ 30 ദിവസം താൽക്കാലിക പുനരധിവാസത്തിന് നിശ്ചയിച്ചു സംസ്ഥാന സർക്കാർ. അതിനു മുൻപേ തന്നെ ആ താൽക്കാലിക പുനരധിവാസം പൂർത്തിയാക്കി ലോകോത്തര മാതൃകയിലുള്ള സ്ഥിര പുനരധിവാസത്തിന്റെ നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നു. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ കേന്ദ്ര സഹായം എന്ന് പറയുന്നത്. ഏറ്റവും സാധാരണ നിലയിലേക്ക് അവിടുത്തെ സ്കൂളുകൾ, ഒപ്പം തന്നെ വ്യക്തിജീവിതം, അവരുടെ മാനസിക പ്രശ്നങ്ങളൊക്കെയും മാറ്റി നിർത്തിക്കൊണ്ട് സാധാരണ ജീവിതത്തിലേക്ക് അവരെ തിരികെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾക്ക് ഏറ്റവും തിരക്കിട്ട നടപടിക്രമങ്ങൾ തന്നെയാണ് ആവശ്യം. അതിനൊരു പ്രത്യേക ചർച്ചയുടെയോ അല്ലെങ്കിൽ ഈ പറയുന്ന കാലതാമസത്തിന്റെയോ കേന്ദ്ര സംഘത്തിന്റെ സന്ദർശനത്തിന്റെ പോലും ആവശ്യമില്ല ഈ ഇടക്കാല സഹായം പ്രഖ്യാപിക്കുന്നതിൽ. അതിൽ എവിടെയാണ് കേന്ദ്രത്തിന് ഈ തടസ്സമുണ്ടായിട്ടുള്ളത് ശ്രീ കൃഷ്ണദാസ്? എവിടെയാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് താമസം ഉണ്ടായിട്ടുള്ളത് എന്ന് താങ്കൾ തന്നെ വിശദീകരിക്കേണ്ടതാണ്. ഇത് ഏതെങ്കിലും തരത്തിൽ കേന്ദ്ര ഗവൺമെന്റിനെ കുറ്റപ്പെടുത്താനോ, ഇതിൽ ഏതെങ്കിലും തരത്തിൽ BJP ഇപ്പൊ നിങ്ങളുടെ ഇൻട്രോയിൽ സൂചിപ്പിച്ചത് അതാണല്ലോ. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന, പ്രേക്ഷകർ കേട്ടുകൊണ്ടിരിക്കുന്ന ഇൻട്രോയിൽ കേന്ദ്ര ഗവൺമെന്റ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒന്നും ചെയ്തിട്ടില്ല, BJP ഇതിലൊരു രാഷ്ട്രീയം കളിക്കുന്നു എന്നെല്ലാമാണ് നിങ്ങളുടെ ഇൻട്രോ പറയുന്നത്.
അപ്പൊ നിങ്ങളുടെ ഒരു വിവക്ഷ അനുസരിച്ച് സ്വാഭാവികമായും ഇതൊരു രാഷ്ട്രീയ പ്രചരണത്തിന്റെ വേദിയാക്കി മാറ്റാനാണ് നിങ്ങൾ ആലോചിക്കുന്നതെങ്കിൽ അങ്ങനെയെങ്കിൽ ഇന്നലെ കെ നേരത്തെയും സുരേന്ദ്രൻ നിങ്ങൾ പറഞ്ഞ വിഷയം കഴിഞ്ഞ എന്താണ് ശ്രീ കൃഷ്ണദാസ്? കഴിഞ്ഞ ദിവസം കെ സുരേന്ദ്രൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ വിഷയം എന്താണ്? കേരളത്തിന് പക്കൽ ഇപ്പോൾ ആവശ്യത്തിന് പണമുണ്ട് എന്ന പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വന്നു. അതും പൊതുസമൂഹം തന്നെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അടിയന്തര സഹായത്തിന് എപ്പോഴാണ് ഒരു തീർപ്പുണ്ടാകുക, ആ ആവശ്യത്തിൽ എപ്പോഴാണ് ഒരു തീരുമാനം വരിക എന്ന് ചോദിച്ച ചോദ്യത്തിനുള്ള അദ്ദേഹത്തിന്റെ ആദ്യത്തെ മറുപടി അതായിരുന്നു. 2018 പ്രളയ കാലഘട്ടത്തിൽ കേരളത്തിന് ഇത്ര വലിയ നഷ്ടമുണ്ടായി. അതിൽ കേന്ദ്ര ഗവൺമെന്റ് തന്നത് 2000-ലധികം കോടി രൂപയാണ്. ഇതാണല്ലോ നിങ്ങളുടെ ഇൻട്രോയിൽ നിങ്ങളുടെ അവതാരകൻ പറഞ്ഞത്. ഉം. അതിൽ സ്വാഭാവികമായും കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കേണ്ട പണത്തിൽ ഏതെങ്കിലും പെൻഡിങ് വെച്ചിട്ടുണ്ടോ? സംസ്ഥാന ഗവൺമെന്റ് ആവശ്യപ്പെട്ട പണത്തിൽ നിന്ന് ഏതെങ്കിലും പെൻഡിങ് വെച്ചിട്ടുണ്ടോ? അനർഹമായിട്ടുള്ളത് നേടാൻ വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള കണക്കുകൾ ഉണ്ടാക്കിയാൽ അത് ലഭിക്കുന്നതാണോ? ഇത് പരിശോധിക്കണ്ടേ? ഇപ്പൊ കഴിഞ്ഞ ദിവസം സംസ്ഥാന ഗവൺമെന്റ് ആവശ്യപ്പെട്ടു അല്ലെങ്കിൽ ചെലവാക്കി. പിന്നീട് അത് മുഖ്യമന്ത്രി തിരുത്തി ഞങ്ങൾ എസ്റ്റിമേറ്റ് കൊടുത്തതാണ്, അതല്ലാതെ ഞങ്ങൾ ചെലവാക്കിയതല്ല, അത് ആന്റിസിപ്പേറ്റഡ് എമൗണ്ട് കൂടിയുള്ളതാണ്. ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കണക്കുകൾ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങൾ ഇത് ജനങ്ങളോട് പറയണ്ടേ? എത്ര ചെലവാക്കി, എത്ര കിട്ടി, എത്ര കൊടുത്തു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏതെങ്കിലും പുറത്തൊക്കെ വന്നിട്ടുണ്ടോ? ഈ മുഖ്യമന്ത്രിയുടെ ആന്റിസിപ്പേറ്റഡ് എമൗണ്ടുമായി ദുരിതാശ്വാസ ബന്ധപ്പെട്ട നിധിയിലേക്ക് വ്യക്തത എത്ര നടത്തേണ്ടുന്നത് അത് കേന്ദ്ര സർക്കാരിന് മുന്നിലല്ലേ? അത് കൃത്യമായി ആ കണക്കുകൾ ബോധിപ്പിച്ചിട്ടുണ്ട് എന്നതുകൂടിയല്ലേ മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്ത് പറഞ്ഞത്? പക്ഷേ യഥാർത്ഥ വസ്തുത മറച്ചു വെച്ചുകൊണ്ട് ആ വിഷയത്തിൽ ഊന്നിക്കൊണ്ട് പ്രചാരണത്തിന്റെ വഴിതിരിച്ചു വിടാൻ അല്ലെങ്കിൽ കൃത്യമായ സാമ്പത്തിക സഹായം തടയാൻ ശ്രമിച്ചത് ആരാണ്? എവിടെയാ തടയാൻ ശ്രമിച്ചിട്ടുള്ളത്? എവിടെയെങ്കിലും തടഞ്ഞിട്ടുണ്ടോ? അല്ല, കേന്ദ്ര സംസ്ഥാനത്തിന്റെ ഗവൺമെന്റ് പക്കൽ എവിടെയെങ്കിലും പണം ആവശ്യത്തിന് തരില്ല. പൈസയുണ്ട് എന്ന് പറഞ്ഞത് ആരാണ് ശ്രീ കൃഷ്ണദാസ് കഴിഞ്ഞ ദിവസം? അത് പറഞ്ഞത് BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയാണ്. അതുണ്ടാകുമല്ലോ. അതില്ല എന്ന് പറയേണ്ടത് ആരാണ്? ഞാനോ നിങ്ങളോ അല്ലല്ലോ. സംസ്ഥാന ഗവൺമെന്റ് അല്ലേ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയല്ലേ, ധനകാര്യ വകുപ്പ് മന്ത്രിയല്ലേ അത് പറയേണ്ടത്. ഞങ്ങളുടെ കയ്യിൽ പണമില്ല, ഇനി ഒന്നിനും ചെലവാക്കാൻ പണമില്ല, ഇനി ഞങ്ങൾ ഇതിൽ പാപ്പരായിരിക്കുകയാണ് എന്ന് പറയേണ്ടത് ആരാണ്? അങ്ങനെ അല്ലല്ലോ പറഞ്ഞിട്ടുള്ളത്. സംസ്ഥാന ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ പണമെല്ലാം കേന്ദ്രത്തിന് ആവശ്യത്തിൽ കൂടുതൽ കൊടുത്തു. കേന്ദ്ര ഏജൻസികൾ വന്നപ്പോൾ ഞങ്ങൾ പണമെല്ലാം കൊടുത്തു. ബെയിലി പാലത്തിന് ഇത്ര കൊടുത്തു. അവിടുത്തെ ആളുകളുടെ ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾ ഇത്ര കോടി ചെലവാക്കി. ആളുകളുടെ ശവസംസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്ര രൂപ വെച്ച് ഒരാൾക്ക് ചെലവാക്കി. ഈ തരത്തിൽ കണക്കുകൾ പുറത്തുവിട്ടത് ആരാണ്? ഞങ്ങളാണോ പുറത്തുവിട്ടത്? അല്ലല്ലോ. അപ്പൊ സംസ്ഥാന ഗവൺമെന്റ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കണക്കുകൾ പറയുമ്പോൾ അതിന്റെ വ്യക്തത വരുത്തി അതിൽ കിട്ടേണ്ടത് എത്രയാണ്, കിട്ടാത്തത് സംസ്ഥാന എത്രയാണ്, ഗവൺമെന്റ് ഈ അതിൽ വിഷയവുമായി ലഭിക്കാൻ ബന്ധപ്പെട്ട് അർഹതയുള്ളത് അത്തരത്തിൽ ഒരു എത്രയാണ്. വ്യക്തമായ കണക്കും പുറത്തു വിട്ടിട്ടില്ല എന്നുള്ളത് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. രണ്ടാമത്തെ ഒരു കാര്യം, ഈ വിഷയത്തിൽ വളച്ചൊടിച്ച് വാർത്തകൾ പ്രചരിപ്പിച്ച മാധ്യമങ്ങൾ തന്നെ അത് തിരുത്തി പറഞ്ഞതും ഈ പൊതുസമൂഹത്തിന് മുന്നിൽ തന്നെയാണ്. ആ നിലയ്ക്ക് ഒരു കണക്കും നിലവിൽ സംസ്ഥാന സർക്കാർ പുറത്തു വിട്ടിട്ടില്ലല്ലോ ശ്രീ കൃഷ്ണദാസ്. അല്ല, താങ്കൾ തന്നെ ഒരു കൃത്യമായ വ്യക്തത വരുത്തിക്കൊണ്ട് പറയൂ, സംസ്ഥാന ഗവൺമെന്റിന് എത്ര ചെലവാക്കി, ഉം. കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് കിട്ടാൻ അർഹതയുള്ളത് എത്രയുണ്ടായിരുന്നു, അങ്ങനെ കിട്ടാൻ അർഹതയുള്ളതിൽ കേന്ദ്ര ഗവൺമെന്റ് എത്ര കൊടുത്തു, കേന്ദ്ര ഏജൻസികൾ എത്രത്തോളം സഹായം ഏത് ഈ വയനാട് വിഷയത്തിലാണ്? ഇപ്പോൾ ഈ ദുരന്തവുമായി വയനാട് ബന്ധപ്പെട്ടുകൊണ്ട് ദുരന്തവുമായി ബന്ധപ്പെട്ടാണോ? ഞാൻ മനസ്സിലാക്കുന്നത് 2000-ൽ പരം കോടി രൂപയുടെ സഹായം ഇപ്പോൾ സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നതാണ്. എനിക്ക് കൃത്യമല്ല വിവരം, കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ആദ്യം സംസ്ഥാനം കണക്കുകൾ ബോധിപ്പിക്കേണ്ടത് അത് കേന്ദ്ര സർക്കാരിന്റെ മുന്നിലാണ്. അത് കൃത്യമായി ബോധിപ്പിച്ചിട്ടുണ്ട്, സംസ്ഥാനം ചെയ്യേണ്ടത് എല്ലാം ചെയ്തിട്ടുണ്ട് എന്ന് ഒരു സർക്കാർ ഒന്നടങ്കം ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാർ അടക്കമുള്ളവർ ഈ ഘട്ടത്തിൽ പറയുന്നുണ്ട് ശ്രീ കൃഷ്ണദാസ്. അങ്ങനെ ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. പുറത്തു വന്ന കണക്കുകൾ പ്രകാരം 261 കോടി രൂപയുടെ ഒരു ആന്റിസിപ്പേറ്റഡ് എസ്റ്റിമേറ്റ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഉം. 2000 കോടി എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന്റെ ഒരു അതിശയോക്തി പറഞ്ഞതാണ്. അത് 2000 കോടിയാണോ, 3000 കോടിയാണോ, 5000 കോടിയാണോ, എത്രയാണെങ്കിലും കേരളത്തിന്റെ വികസനത്തിന്റെ ഭാഗമായി വരേണ്ടതാണല്ലോ. അത് എത്ര വന്നാലും നമുക്ക് സന്തോഷമല്ലേ? അത് കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നാലും സംസ്ഥാന ഗവൺമെന്റ് കൊണ്ടുവന്നാലും ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾ നടപ്പാക്കിയാലും അത് സാധാരണക്കാരുള്ള ജനങ്ങൾക്ക് അവരുടെ അവകാശത്തിന്റെ ഭാഗമായോ അല്ലെങ്കിൽ അവരുടെ പുനരുജ്ജീവനത്തിന്റെ ഭാഗമായോ കിട്ടേണ്ടതല്ലേ? അതിലാരെങ്കിലും എതിര് നിൽക്കുന്നുണ്ടോ? ശരി, എതിരാരും നിൽക്കാൻ പോകുന്നില്ലല്ലോ. ശരി. ഞാൻ പറഞ്ഞത് തിരിച്ചാണ്. ഉം. അതായത് കേന്ദ്ര ഗവൺമെന്റ് അടിയന്തരമായി ഇടപെടേണ്ട മേഖലകളിൽ എവിടെയെങ്കിലും ഇടപെടാതിരുന്നോ? ഉം. അടിയന്തരമായി പരിഹരിക്കപ്പെടേണ്ട സാഹചര്യങ്ങളിൽ അതിലെവിടെയെങ്കിലും ഈ പുറംതിരിഞ്ഞു ഈ നിൽക്കുന്ന സാഹചര്യം മുണ്ടക്കൈ ഉണ്ടായോ? ചൂരൽമല അങ്ങനെ ഉണ്ടായി. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ അടിയന്തര ഇടപെടൽ ഏത് വിഷയത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് ശ്രീ കൃഷ്ണദാസ്? ഏത് വിഷയത്തിലാണ് ഉണ്ടാക്കാത്തത്? എത്രാമത്തെ ദിവസമാണ് മുഖ്യമന്ത്രി അവിടെ പോയത്? എത്രാമത്തെ ദിവസമാണ് പ്രധാനമന്ത്രി അവിടെ എത്തിയത്? ഉം. അപ്പൊ നമ്മൾ ഓരോന്ന് ആലോചിക്കണ്ടേ? അവിടെ അവിടെ സംസ്ഥാനത്തിന്റെ മന്ത്രിമാർ എത്ര ദിവസം കഴിഞ്ഞപ്പോഴാണ് സംസ്ഥാനത്തിന്റെ മന്ത്രിമാർ അവിടെ എത്തുന്ന സാഹചര്യം ഉണ്ടായത്? എത്ര സമയം കഴിഞ്ഞു? ആ സമയത്ത് ഏത് കേന്ദ്രമന്ത്രിമാർ അവിടെ സമയത്താണ് എത്തിയിട്ടുണ്ടോ? 5 അംഗ കേന്ദ്രത്തിന്റെ മന്ത്രിമാരുടെ അന്വേഷണ സംഘം ഈ വാർത്ത പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ 5 അംഗ മന്ത്രിമാരുടെ സംഘം അവിടെ അന്നു മുതൽ നേരിട്ടെത്തി അവിടെ ക്യാമ്പ് ചെയ്താണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത്. പിന്നെ പ്രധാനമന്ത്രി വന്നതുകൊണ്ട് കേരളത്തിന് എന്ത് നേട്ടമുണ്ടായി എന്നതല്ല ഇപ്പോൾ കേരളം ഒന്നിച്ചാവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രീ കൃഷ്ണദാസ്.
മുഖ്യമന്ത്രി പോയതിനു ശേഷം എന്തെങ്കിലും നേട്ടം വയനാട്ടുകാർക്കുണ്ടായോ? നമുക്ക് ഉണ്ടായില്ലേ ആലോചിക്കണ്ടേ? സംസ്ഥാനം ഉണ്ടായില്ലേ ഭരിക്കുന്ന മുഖ്യമന്ത്രി അടിയന്തരമായി അവിടെ സന്ദർശനം താൽക്കാലിക നടത്തിയല്ലോ. പുനരധിവാസം അതെ, പൂർത്തിയാക്കിയില്ലേ? സ്ഥിര പുനരധിവാസത്തിന്റെ ഇപ്പോൾ നടക്കേണ്ടുന്ന പ്രവർത്തനങ്ങളിലേക്ക് കടന്നില്ലേ? അടിയന്തരമായി പ്രതിദിനം ഇത്ര രൂപ വെച്ച് ഓരോ കുടുംബത്തിനും നൽകുന്നില്ലേ? നിലവിൽ ലഭിക്കേണ്ടുന്ന രേഖകളെല്ലാം നൽകിയിട്ടില്ലേ? സ്കൂളുകളുടെ പ്രവർത്തനം സാധാരണ നിലയിലായിട്ടില്ലേ? എല്ലാവരുടെയും ജീവിത സാഹചര്യം പഴയതിലും മെച്ചപ്പെട്ട നിലയിലേക്ക് കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങൾ അത് സംസ്ഥാന സർക്കാർ കൃത്യമായി നടത്തുന്നില്ലേ? അതാ ഞാൻ തിരിച്ചു ചോദിച്ചത്. നിങ്ങളൊരു രാഷ്ട്രീയത്തിന്റെ കണ്ണോട് കൂടിയിട്ടാണ് ഇതിനെല്ലാം കാണുന്നതെങ്കിൽ അങ്ങനെ തന്നെ കാണാനേ കഴിയൂ. മറിച്ച് അവിടെ ഒരു ദുരന്തമുണ്ടായ സമയം മുതൽ കേന്ദ്രമന്ത്രിമാരടക്കമുള്ള ആളുകൾ, ബഹുമാനപ്പെട്ട ശ്രീ ജോർജ് കുര്യൻ അടക്കമുള്ള ആളുകൾ അവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് നടപടികൾക്ക് നേതൃത്വം കൊടുത്തില്ലേ? ഇനി അത് പോകട്ടെ, എല്ലാ ശരി. സേനാ വിഭാഗങ്ങളും പോലീസ് സംവിധാനത്തോടൊപ്പം തന്നെ എല്ലാ സേനാ വിഭാഗങ്ങളും കൃത്യമായി അവിടെ അവരുടെ പങ്ക് വഹിക്കുന്നതിന്, അവരുടെ ചുമതലകൾ വഹിക്കുന്നതിന് വേണ്ടി വന്നില്ലേ? സൈന്യമല്ലേ തീർച്ചയായും അവിടെ തീർച്ചയായും പ്രധാനപ്പെട്ട സേനാ നടപടികളെല്ലാം വിഭാഗങ്ങളുടെ ചെയ്തിട്ടുള്ളത്? പ്രവർത്തനത്തെ ഒന്നും നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ കുറച്ച് കാണുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട അടിയന്തര രക്ഷാപ്രവർത്തനത്തിൽ പൂർണ്ണമായും സഹകരണം ഉണ്ടായി എന്നത് തന്നെയാണ്.